നമസ്കാരം. നമുക്കിന്ന് ഫോർ ലൂപ്പ് പരിചയപ്പെടാം. ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ്: ഫോർ ഐറ്റം ഇൻ ഇറ്ററബിൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് A1, A2, A3 etc. n, then else E1, E2, E3 etc. n. ഇതിൽ ഇറ്ററബിൾ എന്നാൽ കോമ്പൗണ്ട് ഡാറ്റകൾ ലൈക്ക് സ്ട്രിംഗ്, ലിസ്റ്റ്, ട്യൂപ്പിൾ മുതലായവയാണ്. ഐറ്റം എന്നാൽ ഇറ്ററബിളിലെ ഐറ്റംസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഡമ്മി വേരിയബിളാണ്. അത് നമ്മൾ ഏത് ഐഡൻറ്റിഫയറിനെ നെയിം ചെയ്യുന്നത് പോലെയും നിങ്ങൾക്ക് ഐറ്റത്തിനെ നെയിം ചെയ്യാം. ഇതിനൊരു ഓപ്ഷണൽ പാർട്ട് എൽസ് ഉണ്ട്. E1, E2, E3 etc. En വരെയുള്ള ഒരു ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻ. ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇ എന്നും മുമ്പ് A1, A2, A3 etc. എന്നുള്ളതിന് ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻ എ എന്നുമാണ് ഇനി ഞാൻ റെഫർ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഫോർ ലൂപ്പ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇറ്ററബിൾ ഒരു ലിസ്റ്റോ സ്ട്രിങ്ങോ ഏതെങ്കിലും ആയിരിക്കും. ഇറ്ററബിളിൽ എത്ര ഐറ്റംസ് ഉണ്ട് അത്രയും തവണ ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എ എക്സിക്യൂട്ട് ചെയ്യും. 0th ഇറ്ററേഷനിൽ item takes 0th item of the iterable. In the first iteration, item takes the value of first item in the iterable. That means iterable 1 index ആയി വരുന്ന ഐറ്റം. ഇങ്ങനെ ഇറ്ററബിളിലെ എല്ലാ ഐറ്റംസും തീരുന്നത് വരെ ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻ എ എക്സിക്യൂട്ട് ചെയ്യും. എൽസ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഓപ്ഷണലാണ്. എൽസ് ഉണ്ടെങ്കിൽ ഈ ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ് E1, E2 മുതലായ En വരെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും. ആഫ്റ്റർ ഇറ്റ് ഈസ് ഇറ്ററേറ്റഡ് ഓവർ ഓൾ ഐറ്റംസ് ഇൻ ദ ഇറ്ററബിൾ. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യമായി നമുക്ക് ഓഡ് ഇൻറ്റിജേഴ്സിൻ്റെ ക്യൂബുകൾ പ്രിൻ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നോക്കാം. ഒരു ടാസ്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്തു നോക്കാം. അതിനായി നമുക്ക് റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിക്കാം. റേഞ്ച് ഫംഗ്ഷനെ റീകോൾ ചെയ്യുക. റേഞ്ച് സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പാണ്. അപ്പോൾ ഞാൻ ഇറ്ററബിളായിട്ട് ഒരു ലിസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് 1, 3, 5, 7, 9 ഇതാണ് എനിക്ക് വേണ്ടത്. പക്ഷെ ഞാനിത് റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഞാനിതിനെ ഹാഷ് ചെയ്ത് കമൻറ്റ് ചെയ്ത് വെക്കാം ഇവിടെ. ഓക്കെ, അപ്പോൾ ഞാൻ ഫോർ ലൂപ്പിൽ ഇങ്ങനെ ചെയ്യുകയാണ്. ഫോർ ഐറ്റം എന്നുള്ളതിന് ഞാൻ ഐ എന്ന വേരിയബിൾ കൊടുക്കുകയാണ്. ഐ ഇൻ റേഞ്ച് ഫംഗ്ഷൻ വിൽ ജനറേറ്റ് ലിസ്റ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. അതിൽ ആദ്യത്തെ ഐറ്റം നമ്മൾ ആദ്യം സ്പെസിഫൈ ചെയ്യണം. റേഞ്ച് 1, സ്റ്റാർട്ട് 1 ആണ്. സ്റ്റോപ്പ് ഞാൻ 10 കൊടുക്കുകയാണ്. അപ്പോൾ 10 വരെയുള്ളതാണ് കിട്ടുക. ഇൻക്രിമെൻ്റ് ചെയ്യുന്നത് 2 വരെയാണ്. സ്റ്റെപ്പ് 2 കൊടുത്തു. സോ റേഞ്ച് 1, 10, 2 ഈസ് ഈക്വലൻ ടു ലിസ്റ്റ് 1, 3, 5, 7, 9. ഇനി എനിക്ക് ഈ ഓരോന്നിൻ്റെയും ക്യൂബാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. സോ പ്രിൻ്റ് ഐ ആണ് ഇവിടുത്തെ ഐറ്റം. ഇപ്പോൾ ഫസ്റ്റ് ഐറ്റം വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും, പിന്നീട് 3 ആയിരിക്കും, പിന്നീട് 5 ആയിരിക്കും, എക്സെട്ര. അപ്പോൾ ഐൻ്റെ ക്യൂബാണ് എനിക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത്. സോ ഐ ** 3. ഓക്കെ, കഴിഞ്ഞു. നമുക്ക് നോക്കാം റിസൾട്ട്. 1ൻ്റെ ക്യൂബ് 1, 3ൻ്റെ ക്യൂബ് 27, 5ൻ്റെ ക്യൂബ് 125, സോ ഓൺ. അങ്ങനെ നമുക്ക് 9ൻ്റെ ക്യൂബ് വരെ കിട്ടി. അടുത്തത് നമ്മളിതിൻ്റെ ഒരു എൽസ് പാർട്ട് കൂടി ഉണ്ട്. എൽസ് പാർട്ട് എല്ലാം മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മളൊരു പ്രോഗ്രാം എഴുതാൻ പോവുകയാണ്. പ്രോഗ്രാം ഇതാണ്: ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ ഗിവൺ നമ്പർ. ഓക്കെ, ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ ഗിവൺ നമ്പർ. അപ്പോൾ അതിനായി ഞാനൊരു പുതിയ വിൻഡോ എടുക്കുകയാണ്. ഒരു പുതിയ വിൻഡോ എടുക്കുന്നു. ഞാനിതിൻ്റെ പ്രോഗ്രാമിന് ഒരു ടൈറ്റിൽ കൊടുക്കുകയാണ്. ഹാഷിൽ ഞാനൊരു കമൻറ്റ് ചെയ്യാണ്: ഫാക്ടോറിയൽ.
ഫാക്ടോറിയൽ ഓഫ് എ ഗിവൺ നമ്പർ. അപ്പോൾ ഏതാണ് ഇൻറ്റിജർ വേണ്ടത് അതിനെ നമ്മൾ ഇൻപുട്ട് ചെയ്യണം. സോ n is equal to input enter an integer. ശ്രദ്ധിക്കുക, വേർഷൻ 3ലാണ് ഞാൻ ഈ കോഡ് ചെയ്യുന്നത്. വേർഷൻ 2ലാണെങ്കിൽ ഇത്രയും മതിയായിരുന്നു. എന്നാൽ വേർഷൻ 3ലായതുകൊണ്ട് നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഇവാൽ ഓഫ് ഇൻപുട്ട്. ഇനി എങ്ങനെ നമുക്ക് ഫാക്ടോറിയൽ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഞാനൊരു എക്സാമ്പിൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം. നമുക്ക് 5ൻ്റെ ഫാക്ടോറിയലാണ് കാണേണ്ടത് എന്ന് കരുതുക. അപ്പോൾ നമ്മളുടെ n ഇവിടെ 5 ആണ്. നമുക്കറിയാം ഫാക്ടോറിയൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: 1 × 2 × 3 × 4 × എക്സെട്ര അപ് ടു n. അപ്പോൾ ഇവിടെ 5 വരെ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഫാക്ടോറിയലിൻ്റെ വാല്യൂ ഇനിഷ്യലി 1 ആണ്. ഇനി എനിക്ക് ചെയ്യേണ്ടത് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × 2 എന്ന ഓപ്പറേഷൻ ഞാൻ ചെയ്യും. 1 × 2 എന്ന ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 1 × 3 × 4 × 5ൽ ഞാൻ ഒരു സ്റ്റെപ്പ് പ്രൊസീഡ് ചെയ്തു, 1 × 2. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരം തീർച്ചയായിട്ടും 2 ആയിരിക്കും. ഞാൻ എൻ്റെ എഫിലെ 2 എന്ന് ചെയ്യും. എന്ന് വെച്ചാൽ 1 × 2 എന്ന ഓപ്പറേഷൻ ചെയ്ത് ആ ഓപ്പറേഷൻ്റെ റിസൾട്ട് എഫിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് 3 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ. 1 × 2 വരെ കഴിഞ്ഞു. ഇനി ആ റിസൾട്ടിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ അടുത്ത സ്റ്റെപ്പ് ഇതാണ്. എഫിനെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ദ റിസൾട്ട് വിൽ ബി, എഫ് ഇപ്പോൾ 2 ആണ്, 2 × 3 6 ആണ്. അപ്പോൾ ഞാൻ ഈ എഫിലെ വാല്യൂവിൽ ഞാൻ 6 ഇതുവരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ്റെ റിസൾട്ട് സേവ് ചെയ്ത് വയ്ക്കും. 3 വരെ ഉള്ള മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. സോ അടുത്ത സ്റ്റെപ്പ് എഫിനെ 1 × 2 × 3 ഇപ്പോൾ എഫിലുണ്ട്, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എഫ് × 4. നമുക്കറിയാം ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എഫ് ഇപ്പോൾ 6 ആണ്. 6 × 4 24 കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ എഫിൻ്റെ വാല്യൂ ഇപ്പോൾ 24 ആയിട്ട് സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ ഞാൻ 1 × 2 × 3 × 4 വരെയുള്ള ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞു. And my last operation is this f × 5. അപ്പോൾ എഫ് എന്ന് പറയുന്നത് 1 × 2 × 3 × 4 ആണ്. അതിന് ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദ ആൻസർ ഈസ് 24 × 5 120. ഈ റിസൾട്ട് ഞാൻ എഫിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. അപ്പോൾ ഞാൻ ചെയ്ത ഓപ്പറേഷൻ ഇതാണ്. എഫിനെ ഞാൻ 1ൽ തുടങ്ങി, എഫ് 1 ആയി ഇനിഷ്യലൈസ് ചെയ്തു, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആ കിട്ടിയ റിസൾട്ടിനെ കൊണ്ട് എഫിനെ റീപ്ലേസ് ചെയ്തു. വീണ്ടും എഫിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, കിട്ടിയ റിസൾട്ട് കൊണ്ട് എഫ് വാല്യൂ റീപ്ലേസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് അതിനെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, കിട്ടിയ വാല്യൂ കൊണ്ട് എഫ് റീപ്ലേസ് ചെയ്തു. സോ റിപ്പീറ്റഡ്ലി ഞാൻ ചെയ്യുന്ന ഇതാണ്. എഫ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് f into I runs from 2 and stops up to n. അപ്പോൾ ഈ എക്സാമ്പിളിൽ ഐൻ്റെ വാല്യൂ 2, 3, 4 എക്സെട്ര ആണ്. അപ്പോൾ നമുക്ക് പൈത്തണിലെ ഈ സെറ്റ് ഇങ്ങനെ എഴുതാം: f = f * i. ഈ ഓപ്പറേഷൻ i1 2 മുതൽ n വരെ വേരി ചെയ്താൽ എഫിലെ ഫൈനൽ വാല്യൂ ഫാക്ടോറിയൽ ഓഫ് ദാറ്റ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഇറ്ററേറ്റിംഗ് സ്റ്റെപ്പ്. f = f * i. നമുക്കപ്പോൾ എഴുതാം. നമുക്ക് ഒരു n കിട്ടിയിട്ടുണ്ട്. n ഒരു ഇൻറ്റിജറാണ്, അതിനെ നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാക്ടോറിയലിൻ്റെ വാല്യൂ 1 എന്ന് ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഇനി ഞാൻ ചെയ്യേണ്ടത് f = f * i എന്ന സ്റ്റെപ്പ് i = 2, 3, 4 എക്സെട്ര അപ് ടു n വരെ റിപ്പീറ്റ് ചെയ്യണം. സോ അതിനായി ഞാൻ ഫോർ ലൂപ്പ് ഉപയോഗിക്കുകയാണ്. ഫോർ i in range, നമുക്ക് 2 മുതൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ സ്റ്റാർട്ട് 2 ആണ്. സ്റ്റോപ്പ് n
പ്ലസ് 1 ആയിരിക്കണം. ഉദാഹരണത്തിന് n ഞാൻ 5 എന്നാണ് ഇൻപുട്ട് ചെയ്തതെങ്കിൽ 6 വരെയുള്ള ഇൻറ്റിജേഴ്സ് വേണം. 6 വരെയുള്ള ഇൻറ്റിജർ എന്ന് വെച്ചാൽ 5 ആണ്. 2, 3, 4 ആൻഡ് 5. 6 ഉണ്ടാവില്ല. സ്റ്റെപ്പ് 1 ആണ്, ഡിഫോൾട്ട് വാല്യൂ ആണ്, ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല. എൻ്റർ. എന്താ ചെയ്യേണ്ടത്? എഫ് ഈക്വൽസ് എഫ് സ്റ്റാർ ഐ. ഇവിടെ ഐറ്റമിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഐ എന്ന വേരിയബിളാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഏത് ഐഡൻറ്റിഫയർ വേണമെങ്കിലും ഉപയോഗിക്കാം. സോ ലൂപ്പിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് പ്രിൻ്റ് എഫിൽ ഫാക്ടോറിയൽ ഉണ്ടാവും. നമ്മൾ ഇത് കൃത്യമായി മനസ്സിലാക്കാനായി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയി പ്രിൻ്റ് ചെയ്യുകയാണ്. ഫാക്ടോറിയൽ ഓഫ് ദ ഗിവൺ നമ്പർ അല്ലേ. അപ്പോൾ ഫാക്ടോറിയൽ ഇതൊരു സ്ട്രിങ് ആയിട്ട് ഞാൻ പ്രിൻ്റ് ചെയ്യുകയാണ്. ഫാക്ടോറിയൽ ഓഫ് ഇത്രയും പ്രിൻ്റ് ചെയ്തു. അടുത്ത പ്രിൻ്റ് ഇത് ഏത് നമ്പറാണെന്ന് കാണിക്കണം. അപ്പോൾ എന്നിൽ ആ നമ്പറുണ്ട്, ഫാക്ടോറിയൽ ഓഫ് എൻ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യണം. ഈക്വൽ ടു എന്ന ഒരു സ്ട്രിങ് പ്രിൻ്റ് ചെയ്യണം. ഈക്വൽ ടു, അതിനുശേഷം ഫാക്ടോറിയൽ വാല്യൂ പ്രിൻ്റ് ചെയ്യണം. സോ ദിസ് വിൽ ഗിവ് യു ദ ഫാക്ടോറിയൽ. നമുക്ക് ഇതൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്ത് റൺ ചെയ്യാം. സേവ് ആസ്. ഫാക്ടോറിയൽ ആണ്. സോ ഞാൻ ഫാക്ടോറിയൽ എന്ന് കൊടുക്കുകയാണ്. ഫാക്ടോറിയൽ. ഓക്കെ, സേവ് ചെയ്തു. നമുക്കിനി റൺ ചെയ്യാം. റൺ മൊഡ്യൂൾ. സോ ഒരു ഇൻറ്റിജർ 5 കൊടുക്കാം. നമുക്ക് റിസൾട്ട് കാണാം. ഫാക്ടോറിയൽ ഓഫ് 5 ഈക്വൽസ് 120. ഇനി ഇതിലെ എൽസ് പാർട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഫാക്ടോറിയൽ ചെയ്തു. ഈ ഫോർ ലൂപ്പിനുള്ളിൽ ഒരു എൽസ് കൂടി കൊടുക്കുകയാണ്. സോ എൽസ് കോളൻ എൻ്റർ. മുമ്പ് ചെയ്തതുപോലെ നമുക്ക് ഇവിടേക്ക് എൻ്റർ ചെയ്തു എന്ന് കാണിക്കാനായി പ്രിൻ്റ് എക്സിക്യൂട്ടിംഗ് ദ എൽസ് പാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് മറ്റ് ഇൻഫർമേഷൻസ് വേണമെങ്കിൽ പാസ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് എനി അതർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുക്കാം. അതെല്ലാം എക്സിക്യൂട്ട് ചെയ്തോളും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളോട് 5 ആൻഡ് ഒരു നമ്പർ ഇൻറ്റിജർ ഇൻപുട്ട് ചെയ്യാൻ പറഞ്ഞു. സോ 5. എക്സിക്യൂട്ടിംഗ് ദ എൽസ് പാർട്ട് എന്ന് ആദ്യമേ പ്രിൻ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഫാക്ടോറിയൽ ഓഫ് 5 ഈസ് ഈക്വൽ ടു 120 എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനർത്ഥം ഇങ്ങനെയാണ്. നോക്കൂ, ഇവിടെ ഫാക്ടോറിയൽ ഇവാലുവേറ്റ് ചെയ്ത് എഫിലുണ്ട്. അതിനുശേഷം ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു. ഫാക്ടോറിയൽ കുറേ ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രിൻ്റ് എക്സിക്യൂട്ടിംഗ് എൽസ് പാർട്ടും കൂടി ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ ഈ പ്രിൻ്റ് കമാൻഡ് വന്നത്. അപ്പോൾ ഓർക്കുക, ഫോർ ലൂപ്പിലും ഇത്തരത്തിലൊരു എൽസ് പാർട്ട് സാധ്യമാണ്. താങ്ക് യു.